അറിയാത്തവർ വന്നു കഴിഞ്ഞാൽ തിരിക്കുമ്പോൾ ചിലപ്പോൾ ഉടയ്ക്കത്തായിരിക്കും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന റോട്ടിൽ മഴവെള്ളം ഒഴുകിപ്പോകാത്തതിനെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുകയുണ്ടായി. ഈ വെള്ളക്കെട്ട് ഇന്നും ഇന്നലെയുമായി രൂപപ്പെട്ടതല്ല. ഈ മഴക്കാലത്തിന് മുൻപും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനെതിരെ വാർത്ത കൊടുത്തിട്ടും അധികൃതർ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ വെള്ളത്തിലൂടെ വേണം വണ്ടികളും അതുപോലെ കാൽനടയാത്രക്കാരും സഞ്ചരിക്കാൻ. കഴിഞ്ഞ വർഷത്തെ അതേ അവസ്ഥ തന്നെയാണ് വീണ്ടും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ അധികൃതർ ശക്തമായൊരു നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ സ്ഥിരം വെള്ളക്കെട്ടാണ്. ഓട ഇവിടെ കാണുന്നില്ല. ഓടയിൽക്കൂടെ വെള്ളം ഇങ്ങനെ പൊങ്ങി റോഡ് മുഴുവനും വെള്ളമാണ്. ഇതിലെ കൂടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും സ്കൂട്ടറൊക്കെ ഓഫായി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത് ഓട ഉണ്ടെങ്കിൽ അടഞ്ഞു കിടക്കുകയാണെന്ന് തോന്നുന്നു. മഴ പെയ്താൽ ഇത് കുറേ കാലങ്ങൾ കൊണ്ട് ഇത് വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് മുനിസിപ്പാലിറ്റി ഒന്നും യാതൊരു നടപടി ഇതിന് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, വളരെ ബുദ്ധിമുട്ടാണ് അത്. സൈഡ് നേരത്തെ ഓട ഉണ്ടായിരുന്നു, ഇത് മൊത്തം അടഞ്ഞിരിക്കുക. അപ്പം അതിൻ്റെ ഓട ക്ലീൻ ചെയ്ത് വെള്ളം നല്ല രീതിയിൽ ഇറങ്ങി പോകാമെന്നുള്ള രീതിയിൽ ഇത് ചെയ്യാമെന്നുള്ളതാണ്. ശക്തമായിട്ട് പെയ്യുന്ന മഴയിൽ വെള്ളക്കെട്ട് ഭയങ്കര ഇതാണ്. വണ്ടി കൊണ്ടുവരുമ്പം നമുക്ക് ഓട തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ കാറ് വന്നപ്പോൾ തന്നെ ഞാൻ ഓടയുടെ സൈഡിലോട്ടായിപ്പോയി. അപ്പം അത് അധികൃതർ കണ്ട് ശരിയാക്കുക എന്നുള്ളതാണ്. ഇവിടെ സൈഡിലൊരു ഓടയുള്ളതാണ്, അത് നികന്ന് കിടക്കുകയാണത്. അത് ചിലപ്പോൾ ഇവിടെ വണ്ടി സൈഡ് കൊടുക്കുമ്പോഴും ചിലപ്പോൾ പലവട്ടം ആ ഓടയ്ക്കകത്ത് വന്ന് മറിയാറുണ്ട്. വണ്ടി മറിയാറുണ്ട്. വണ്ടി സൈഡ് തെറ്റി വളയ്ക്കുന്ന സമയത്ത് പല വണ്ടി കാറുകളൊക്കെ വന്ന് ആ ഓടയ്ക്കകത്തോട്ട് ചരിയുന്ന കണ്ടിട്ടുണ്ട്. ആ ഓട നികന്ന് കിടക്കുക, വെള്ളം ഒഴുകി പോകാത്ത അവസ്ഥയാണ്.